പറഞ്ഞ് ഈ ഉറപ്പ് വാങ്ങിയതിന് ശേഷമാണ് സുജ നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയോടെ വിമാനം കയറിയത്. പക്ഷേ ഈ 4 മാസങ്ങൾക്കിപ്പുറം ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുജ വിമാനമിറങ്ങുന്നത് പ്രതീക്ഷകളൊക്കെ അവസാനിച്ചാണ്. കലങ്ങിയ ഹൃദയത്തോടു കൂടിയും കരഞ്ഞു തളർന്ന കണ്ണുകളോടും കൂടിയാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട ആ വേദനയോട് കൂടി അവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് എത്തിയത്. ഇപ്പോൾ അവിടെ അൻവർ സാദത്ത് MLA അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. മിഥുൻ്റെ അനിയനുമായി സംസാരിക്കുകയാണ്, കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നു, ഒപ്പം ബന്ധുക്കളെയൊക്കെ കാണുന്നുമുണ്ട്. അദ്ദേഹം സുജ ഈ വിമാനം അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഇനി മറ്റ് പരിശോധനയും കാര്യങ്ങളുമൊക്കെ ആയി ഒരു 10-15 മിനിറ്റ് എടുക്കുമായിരിക്കും. അതിനുശേഷം സുജ ഒരു 9:30 മണിയോടുകൂടി ഒക്കെ പുറത്തിറങ്ങാനാണ് സാധ്യത. അനിൽ ജോർജ് തുടരുന്നുണ്ട് നമുക്കിപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന്. അനിൽ ജോർജ്, അവിടെ നേതാക്കളും ഒക്കെ എത്തുന്നുണ്ടല്ലേ സുജയെ കാണാനായി? സുജയെ കാണാൻ വേണ്ടി അൻവർ സാദത്ത് MLA അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ സുജ പുറത്തേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനാൽ തന്നെയാണ് പ്രധാനമായും അൻവർ സാദത്ത് അടക്കമുള്ള ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഇപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് നോക്കിയത്. ഇല്ല, വേറെ ഒന്നുമില്ല, ഇവർ വന്ന് പോകും, അതാണ്. ഇനിയിപ്പോൾ നേരെ അവർ അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഉണ്ടാവുന്ന ഞാൻ വന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇത്തരത്തിൽ MLAയും അടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ള ആളുകളൊക്കെ ഈ സുജയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സുജ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് അറിയുന്നത്. മറ്റ് ക്രമീകരണങ്ങളെല്ലാം പോലീസിന്റെ വേറെ ഏതെങ്കിലും നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അനിൽ? മറ്റ് ഇപ്പം അൻവർ സാദത്ത് MLA കാണാം, വേറെ ആരെങ്കിലും അവിടേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, ഒപ്പം തന്നെ മറ്റ് ഇവിടെ അടുത്തുള്ള ജനപ്രതിനിധികളൊക്കെ അടക്കമുള്ളവർ ഈ സമയത്തേക്ക് തന്നെ ഇവിടേക്ക് തന്നെ എത്തും എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത ബന്ധുക്കൾ അടക്കമുള്ളവരെ കണ്ട് ആശ്വസിപ്പിക്കുക, ഒപ്പം തന്നെ സുജ എത്തുന്ന സമയം സുജയെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം മറ്റ് ക്രമീകരണങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ ഇടപെട്ട് പെട്ടെന്ന് തന്നെ മകൻ്റെ അടുക്കിലേക്ക് അമ്മയെ എത്തിക്കുക എന്ന ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യത്തിന് വേണ്ട പിന്തുണ നൽകാൻ എല്ലാവരും ഒന്നിച്ച് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ഉള്ളത്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് വിദേശ രാജ്യത്തേക്ക് പോവുക, ജീവനായ ആ കുട്ടികളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി, ആ കുട്ടികളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയൊക്കെയാണ് ആ അമ്മ വിദേശത്തേക്ക് പോയത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു അന്യനാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേയറ്റം ഹൃദയം പിളർക്കുന്ന രീതിയിലേക്കുള്ളൊരു വേദനയാണ് അവർക്ക് ലഭിക്കുക. കാരണം ആരുടെ ജീവിതം നല്ല ജീവിതമാക്കാൻ, ആരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി വിദേശത്തേക്ക് പോയോ അതിൽ ഒരാൾ ഇപ്പോൾ ഇല്ല എന്ന ദുഃഖകരമായ ഒരു സങ്കടകരമായ ഒരു യാഥാർത്ഥ്യത്തെ അമ്മ അഭിമുഖീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സുജ പുറത്തേക്ക് വരും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് അകത്തേക്കുള്ള പാസ് അനുവദിച്ചിട്ടുണ്ട്. അവർ ലോഞ്ചിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ട ക്രമീകരണങ്ങൾ അൻവർ സാദത്ത് MLAയുടെ നേതൃത്വത്തിൽ നടത്തുന്നുമുണ്ട്. അപ്പോൾ അകത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് തന്നെ അമ്മയെ കണ്ടുമുട്ടാൻ കഴിയുന്ന നിലയിലേക്ക് മകനെ അകത്തേക്ക് ഒന്ന് എത്തിക്കാനുള്ള ഒരു ക്രമീകരണം കൂടിയാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.